ശ്രീമന്നാരായണ നാരായണ 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 ശ്രീമന്ന നടക്ക് നാരദ, മംഗളമായി മുന്നോട്ട് നടക്ക്. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. പർവ്വതരാജൻ, ഇതെന്താ വല്ല അഭിനയത്തിന് മുദ്രയാണോ? ദേവർഷേ, ഞാൻ പർവ്വതരാജനുമല്ല, അഭിനയിക്കാനുള്ള മാനസികാവസ്ഥയിലുമല്ല. ഈ ദുഃഖത്തിനും നിരാശയ്ക്കും എന്താണ് കാരണം? അങ്ങയുടെ ഈ ആകാരം ഇത്ര ലഘുവായതെങ്ങനെ? ഇങ്ങനെ തല കുനിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? മുനിവര, അഗസ്ത്യന്റെ ആജ്ഞയാണിത്. അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ ഞാൻ ഇങ്ങനെ നിൽക്കണം. അജ്ഞാനത്തിനും ഒരു സീമയുണ്ട്. പക്ഷെ നിന്റെ അജ്ഞാനം നിസ്സീമമാണ്, നിസ്സീമം. വിന്ധ്യാചലൻ, തല കുനിക്കുന്നത് കൊണ്ട് മാത്രം നമ്രതയാവില്ല. വിനയത്തോടു കൂടി മനസ്സ് നമിക്കുന്നതിനെയാണ് നമ്രത എന്ന് പറയുക. നിന്റെ ഗർഭം അടങ്ങിയെങ്കിൽ ഇനി നിവർന്നു നിൽക്ക്. പക്ഷെ മുനിവരന്റെ ആജ്ഞ, അദ്ദേഹം കോപിക്കില്ലേ? അദ്ദേഹത്തിന്റെ ആജ്ഞയും ഉദ്ദേശവും രണ്ടും പൂർത്തിയായി. അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരില്ല. എന്ത്? അദ്ദേഹം തിരിച്ചു വരില്ലേ? അപ്പൊ ഞാനൊന്ന് തല ഉറിച്ചു നിൽക്കണമെന്നോ? നാരായണ നാരായണ. വാക്കുകളെയല്ല വിദ്യാരാജൻ, അർത്ഥം മനസ്സിലാക്കുക, അർത്ഥം. ഞാൻ അങ്ങയുടെ വാക്കുകൾ സത്യമെന്ന് കരുതി. അങ്ങല്ലേ പറഞ്ഞത് ഭഗവാൻ ശിവനെ തപസ് ചെയ്താൽ സുമേരുവിനേക്കാൾ വലുതാകുമെന്ന്? പറഞ്ഞത് ശരിയാണ് രാജൻ, പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഉയർച്ചയും ഒരു പരിധിവരെ പാടുള്ളൂ. ലോകഹിതത്തിനും ധർമ്മത്തിനും എതിരാകരുത്. ഭഗവാൻ ശിവനും പ്രകൃതിയിൽ സന്തുലനം നിലനിർത്തണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ അനുസരിച്ചില്ലല്ലോ. നീ നിന്റെ ലക്ഷ്യം നേടി. ഈ ലക്ഷ്യം ഔന്നത്യം നേടാനുള്ള മഹാ ആകാംക്ഷ അങ്ങ് തന്നെയാണ് എന്നിൽ ഉണർത്തിയത് ദേവർഷേ. നാരായണ നാരായണ, അതല്ലേ എന്റെ സ്വഭാവം. ത്രിലോകങ്ങളിൽ സഞ്ചരിച്ച് ഞാൻ അത് തന്നെ ചെയ്യുന്നു. ഈ ലോകത്തിൽ ലോഭനീയ ആകർഷണത്തിന്റെ അനേകം രചനകളുണ്ട്. സ്വാർത്ഥത മൂലം, കുടിലത മൂലം അഥവാ തൊഴിൽ മൂലം ഓരോ ജീവനും ലോഭത്തിന്റെ ആകർഷണീയ രചനകൾ നടത്തി വരുന്നു. നാം നമ്മുടെ അജ്ഞാനം മൂലം അവയിൽ കുടുങ്ങണമെന്നുണ്ടോ? നാരായണ നാരായണ. അവനവന്റെ വിവേകവും ബുദ്ധിയും ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത് രാജൻ. വിധാതാവ് ആകർഷണങ്ങളും മഹത്വകാംക്ഷയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം ജീവന് ജ്ഞാനവും വിവേചന ശക്തിയും നൽകിയിട്ടുമുണ്ട്. അങ്ങ് ധന്യനാണ് ദേവർഷേ. വിധാതാവ് അങ്ങയിൽ എല്ലാ ഗുണങ്ങളും ഒത്തിണക്കിയിരിക്കുന്നു. അങ്ങ് ശിക്ഷിക്കുന്നുണ്ട്, രക്ഷിക്കുന്നുമുണ്ട്. അങ്ങേക്ക് തെറ്റിപ്പോയി രാജൻ. ആർക്കും ആരെയും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ ആകില്ല. വ്യക്തി സ്വയം അവന്റെ ലോകം വിരചിക്കുന്നു. എന്റെ വാക്കുകൾ താങ്കളിലെ മഹത്വാകാംക്ഷ ഉണർത്തിയ ശേഷം താങ്കൾ ആലോചിക്കേണ്ടതായിരുന്നു. അത്യധികം ഉയരം പ്രകൃതി നിയമത്തെ ബാധിക്കരുതെന്ന്. രാജൻ, ശിവനെ തപസ് ചെയ്ത് ശിവകൃപ ലഭിച്ചിട്ടും നിനക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കോപിച്ചതും ശാസിച്ചതും ധാരാളമായി ദേവർഷേ. ഉദ്ധരിക്കാൻ മാർഗം കാണിക്കൂ. വിനയപൂർവം നമിച്ച് വീണ്ടും ശിവനെ തപസ് ചെയ്യുക. മംഗളം ഭവിക്കും. നാരായണ 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 നാരായണ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വരൂ നാരദ, എവിടെ ലീലാവിലാസം കഴിഞ്ഞു വരികയാണ്? ലീലാവിലാസത്തിനായി നാരദനെ വെറുതെ വലിച്ചിഴയ്ക്കുകയാണ് ദേവേശ്വര. സത്യം പറഞ്ഞാൽ ലീലകൾ അങ്ങയുടേതല്ലേ? ഞാൻ അതിന്റെ പ്രചാരകൻ മാത്രമാണല്ലോ. നാരായണ നാരായണ. പക്ഷെ വിന്ധ്യാചലൻ പിന്നെയും തപസ്സാരംഭിച്ചതിന്റെ പിറകിൽ നിന്റെ ലീലയല്ലേ നാരദ? അതിനു മുൻപ് അവനെ കുനിച്ചു നിർത്തിയതിന്റെ പിറകെ അങ്ങാണല്ലോ ദേവേശ്വര. നാരായണ നാരായണ. അതാവശ്യമായിരുന്നു. അവനെ ഉദ്ധരിക്കേണ്ടതും അങ്ങയുടെ ആവശ്യമല്ലേ പ്രഭു? ഞാൻ അതിന് രംഗം സൃഷ്ടിച്ചുവെന്നു മാത്രം. നാരായണ നാരായണ.
എന്നാലത് ചെയ്തേക്കാം നാരദ. നാരായണ 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 നാരായണ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നേത്രങ്ങൾ തുറക്കൂ വിന്ധ്യാചല. നമ ശിവ. പ്രഭു, പ്രഭു, ഈ അജ്ഞാനിയായ ഭക്തനോട് ക്ഷമിക്കണം. ഞാൻ പ്രത്യക്ഷമായതിനർത്ഥം ക്ഷമിച്ചു എന്നല്ലേ? പക്ഷെ നീ എന്തിന് തലകുനിച്ചു നിൽക്കുന്നു? ജ്ഞാനികൾ പറയാറുണ്ട്, മനസ്സിൽ അഹങ്കാരം വളർന്ന് മസ്തിഷ്കത്തിൽ എത്തുമെന്ന്. അതു കാരണം തല ഉയർന്നു നിൽക്കുന്നു. പക്ഷെ കുനിഞ്ഞ ശിരസ് അഹങ്കാരരഹിതമായിരിക്കും. അജ്ഞാനം മൂലം, എന്റെ അഹങ്കാരം മൂലം എനിക്ക് തെറ്റുപറ്റി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം പ്രഭു. ഒരു വ്യക്തി തെറ്റു ചെയ്തുവെന്ന് സ്വയം സമ്മതിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം ചെയ്ത നീ വരപ്രാപ്തിക്ക് അർഹനാണ്. പറയൂ വിന്ധ്യാചലൻ, നിനക്ക് എന്താണ് ആവശ്യം? അങ്ങ് സദാശിവനാണ്, സദാ മംഗളം വരുത്തുന്നവൻ. അങ്ങയുടെ ഭക്തനായ ഞാനും ലോകനന്മയിൽ മാത്രം ഇച്ഛ വയ്ക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസന്നനാണ്. പറയൂ, എന്തു വേണം? അങ്ങ് എന്നിൽ പ്രസാദിച്ചെങ്കിൽ എന്റെ താഴ്വരയിൽ നർമ്മദാ തീരത്ത് എന്നേക്കുമായി ജ്യോതി രൂപത്തിൽ വിരാജിച്ചരുളണം. ഇപ്പോൾ എങ്ങനെയാണോ എന്റെ മനസ്സിലുണ്ടായിരുന്ന അജ്ഞാന അന്ധകാരം നീങ്ങിയത്, അതുപോലെ ആ ജ്യോതി സ്വരൂപവും ജ്യോതിലിംഗവും മൂലം മാനവരാശിയുടെ മനസ്സിന്റെ അന്ധകാരവും നീങ്ങട്ടെ. അങ്ങയുടെ വിരാട് നാമത്തിനൊപ്പം അങ്ങയുടെ ഭക്തന്റെ നാമവും ചേരട്ടെ. ഈ വരം നൽകിയാലും പ്രഭു. തഥാസ്തു. നിന്റെ താഴ്വരയിൽ നർമ്മദയുടെ തീരത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ ഓങ്കാരേശ്വർ എന്ന നാമത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. നിന്നെ പോലെ എന്നെ പൂജിക്കുന്ന ശിവഭക്തൻ രാജാ മാന്ധാതാവിനൊപ്പം നിന്റെ നാമവും ഓങ്കാരേശ്വർ, പിന്നെ അമലേശ്വർ എന്നീ ജ്യോതിർലിംഗങ്ങൾക്കൊപ്പം സദാസമയവും പ്രകീർത്തിക്കപ്പെടും. കൂടാതെ ഈ ജ്യോതിർലിംഗങ്ങളെ ആരാധിക്കുന്നവരുടെ മനോവാഞ്ചിതം സഫലമാക്കപ്പെടും. മംഗളം ഭവ. ഓം നമ ശിവായ. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ. ശിവശങ്കരനാം ദേവൻ, 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 ശിവശങ്കരനാം ദേവൻ. ഒരു നാൾ വിന്ധ്യാചല പർവ്വതമും ശിവനുടെ ശരണം തേടി. സാക്ഷാൽ ഓംകാരസ്ഥാനെ ശിവലിംഗവും ഒന്ന് തെളിഞ്ഞു. അനന്തരം ശിവപൂജ തുടങ്ങി, ദിനരാത്രങ്ങൾ നീങ്ങി. പ്രത്യക്ഷപ്പെട്ടവിടെ ശങ്കരൻ തൻ കണ്ണൊന്നു തുറന്നു. ക്ഷിപ്രം രണ്ടായി തീർന്നു അന്നായ ഏകലിംഗ സ്വരൂപം. ശിവജ്യോതി പരമേശ്വരൻ അങ്ങിനെ ഓംകാരേശ്വരനായി.